ഹലോ ഫ്രണ്ട്സ്, ടെട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. ഇന്ന് നമ്മൾ എപ്പോഴത്തെ പോലെ ഒരു ടെക് വീഡിയോ അല്ലേ നമ്മൾ എടുക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പെറ്റ്സിനെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പെറ്റ് ഷോപ്പുണ്ട്, അമീഗോ പെറ്റ് ഷോപ്പ്. അവിടെ നമ്മൾ പുതിയ കുറച്ച് കിളികളെയും മീനും അങ്ങനെ കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ലാഗടിക്കുന്നത് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പേയാട് പള്ളിമുക്ക് സ്ഥിതി ചെയ്യുന്ന അമീഗോ പെറ്റ് സെൻ്ററിൻ്റെ മുമ്പിലാണ്. നമുക്ക് ഇനി ഇവിടെ അകത്തേക്ക് കയറി നമ്മുടെ ഓണറായ സനൽച്ചേട്ടനെ പരിചയപ്പെട്ട ശേഷം നമുക്ക് പുതിയ കിളികളെയും മീനുകളെയും കാണാം. Everybody knows that I'm breaking down. Everybody knows I ain't faking now. Everybody knows my heart's faking now. Yeah, she hates me now, I made mistakes but now I don't ever wanna be alone. I don't really ever feel at home. On my own, in the zone, that's the only way I know. Feeling low, about to blow back up. I won't ever let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. Couldn't even hear me if I yelled. It's so cold outside, I'm alone, I'm alright. It's so cold outside, I'm alone, I'm alright. It's so cold outside, I'm alone, it's so cold outside, break down. Always feel like I could break now, but I never let it take me to that place now. I won't ever let my thoughts get away now. I got better things to do, picking fate now. I just wanna be the best, call me great now. I don't know if I'm okay or insane now. I remember better days on the playground, hoping I can find my way even when I'm feeling down. I fight, even when I don't know what is right. I'ma pick a side and I'ma take pride. I will decide my fate and I will never let them tell me who I am. If you try to shake me, I'll be damned. Planet on the ground is where I stand. Never give up, that was always the plan. It's so cold outside, I'm alone, I'm alright. It's so cold outside, I'm alone, I'm alright. It's so cold outside, I'm alone, it's so cold outside, ചേട്ടാ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കണ ഇത് ഏത് ടൈപ്പ്? ഇത് അംബ്രല്ല കൊക്കാറ്റോ എന്ന് പറയുന്ന സാധനമാണ്. അംബ്രല്ല കൊക്കാറ്റോ. ഇതൊരു 3 മാസം പ്രായമുള്ളൂ. 3 മാസം. നല്ലപോലെ നമ്മളുമായിട്ട് ഇണങ്ങുന്നവരാണ്. മനുഷ്യരുമായിട്ട് ചില വാക്കുകൾ സംസാരിക്കുകയും ചെയ്യും. നമ്മൾ വിളിക്കുന്നത് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുള്ളവനാണ്. ഇത് ഇവന് ഒരാളുമായിട്ട് സ്നേഹമായിട്ട് പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യാറുന്ന അവൻ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. മുടി കൊഴിച്ചിലും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന നമുക്കിത് റേറ്റ് എങ്ങനെ വരും ചേട്ടാ ഈ സൈസ്? ഇതിപ്പോൾ ഞാൻ 1.30 കൊടുക്കുന്നത്. 1.30. ഈ സൈസ് നമുക്ക് 1.30. 1.30. ഇത് നമ്മളെ DNA വഴിയല്ലേ അറിയണം? DNA വഴിയാണ് ഇതിൻ്റെ മെയിൽ ഫീമെയിൽ അറിയുന്നത്. ഇതിൻ്റെ കളർ ഫുൾ വൈറ്റ് ആയിരിക്കും അല്ലേ? വൈറ്റ് ആയിരിക്കും. ഇതിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇതിൽ തന്നെ സൾഫർ കൊക്കാറ്റോ എന്ന് പറയും. അതിൻ്റെ തലയിൽ വേറെ കളറായിരിക്കും, മഞ്ഞ കളർ വരുന്നുണ്ട്. ഗ്രേറ്റഡ് സൾഫറുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റികൾ വരുന്നുണ്ട്. ഗാലെ കൊക്കാറ്റോ ഒരുപാട് വെറൈറ്റികളുണ്ട്. നല്ല ഡാമഡ് ആയിട്ടുള്ള നല്ല ഡാമഡ് ആവുന്നതാണ്. ചേട്ടാ ഇത് ബേഡാണ്? ഇത് റെയിൻബോ ലോറി എന്ന് പറയുന്ന സാധനം. നമ്മുടെ ലോറി ഇതിന്റെ സെയിം ഇതാണ്. ലോറിയിൽ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട്. ഇത് റെയിൻബോ, അത് സൈസൺ ലോറി,
ഇത് കളർ അപ്പോൾ ഈ ഇതേപോലെ നല്ല കളർ വരുമല്ലോ ഇതിന്? ഇതിന് കളർ ഓൾറെഡി കുഞ്ഞിലെ തന്നെ കളറായി വരുന്നുണ്ട്. അതെ. ഇതിപ്പോ എത്ര ആയി? ഇതൊരു 3 months അതിനകത്ത് കുഞ്ഞാണ്. അവന് 1 year പ്രായമുണ്ട്. ഇത് നമുക്ക് ലോറി ഇത് എത്ര ആവും റേറ്റ്? ഇത് 20 രൂപയ്ക്കാണ് ഞങ്ങൾ ഇവിടെ വയ്ക്കുന്നത്. ഈ സൈസ്? അതെ, ഈ സൈസ്. വലിയ പേരിന് 45 രൂപയോളം വിലയുണ്ട്. 45,000 പേരിൻ്റെ വില. പേരിൻ്റെ വില. ഇത് നമുക്ക് കൊണ്ടുപോയാലും നമുക്ക് ടൈം ചെയ്തെടുക്കാം കണക്കിനുള്ള. പിന്നെ വന്നിട്ട് ഇത് റെഡ് ലോറീസ് എന്ന് പറയുന്നതാണ്. ലോറിയുടെ തന്നെ റെഡ് ലോറിയാണ്. ഇവരെല്ലാം നല്ല ഫ്രണ്ട്ലി ആവുന്നതാണ്. അതെ, ഫ്രണ്ട്ലി, നല്ല ആക്റ്റീവ് ആണ്. ആക്റ്റീവാണ്, എപ്പോഴും ആക്റ്റീവ്. ചാറ്ററിങ് ലോറി. ഇത് സൺ കൊണിയൂർ എന്ന് പറയുന്നതിന്റെ കുഞ്ഞാണ്. യെല്ലോ ആയതാണ്. അത് ഏജ് ആവുന്നതോറും അതിന്റെ കളർ മാറി വരികയാണ്. സൺ കൊണിയൂർ. സൺ കൊണിയൂർ എത്ര വരും ചേട്ടാ? സൺ കൊണിയൂർ ഈ സ്റ്റേജിൽ ഞങ്ങൾ 13 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഹാൻഡ് ഫീഡ് കിട്ടുന്നുണ്ട് 8 രൂപ 9 രൂപ റേഞ്ചിൽ കൊടുക്കും. ഇത് പീസ് 13? ഇത് പീസ് 13 ആണ്. പീസ് 13. ഓക്കെ. ഇത് കക്കാരിക്ക് എന്ന് പറയുന്ന സാധനമാണ്. കക്കാരിക്ക് എല്ലാം ബ്രീഡേഴ്സിൻ്റെ ഇപ്പോൾ ഈ ബാറ്റ്സ് ചെയ്യുന്നവർക്കെല്ലാം അതിനെക്കുറിച്ച് അറിയാമായിരിക്കും. അപ്പോൾ അവർ ഇതൊരു മെയിലാണ്. അപ്പോൾ അതിൻ്റെ സെയിം കളറായിരിക്കും. ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇത് കൊണിയൂർ ഐറ്റത്തിൽ തന്നെ പൈനാപ്പിൾ കൊണിയൂർ എന്ന് പറയുന്ന സാധനമാണ്. പൈനാപ്പിൾ കൊണിയൂർ. ഇവരുടെ റേറ്റ് എത്ര ചേട്ടാ? അതൊരു 17 രൂപ നമ്മൾ ഇപ്പോൾ വിൽക്കുന്നുണ്ട്. 17,000 പീസിന്. പേർ ബ്രീഡിംഗ് പെയർ. ബ്രീഡിംഗ് പെയർ. ഓക്കെ. ഇതിലേക്ക് നമുക്ക് ഒരു ഹാൻഡ് ഫീഡ് ഹാൻഡ് ഫീഡ് വരുന്നുണ്ട്. ഹാൻഡ് ഫീഡ് ഒരു 5 രൂപ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊണിയൂർ ഐറ്റത്തിൽ ഏറ്റവും റേറ്റ് പറഞ്ഞത് ഗ്രീൻ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഈ ടൈപ്പ് വരുന്നുണ്ട്. ഗ്രീൻ ചിക്കൻ. അതിന്റെ ഹാൻഡ് ഫീഡൊക്കെ ഞങ്ങൾക്ക് ഒരു 3 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 3 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇത് യെല്ലോ സൈഡ് കൊണിയൂർ എന്ന് പറയും. 2 ടൈപ്പ് കിടപ്പുണ്ടല്ലേ? അത് ഗ്രീൻ ചിക്കും ഉണ്ട്, യെല്ലോ സൈഡും ഉണ്ട്. യെല്ലോ സൈഡിന്റെ ഹാൻഡ് ഫീഡ് ഇവരെല്ലാവരും നല്ല സെറ്റ് ആവുന്നവരാണ്. നമ്മളുമായിട്ട് എല്ലാം ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കുന്നതാണ് നല്ലതല്ലേ? എപ്പോഴും എടുക്കുന്നത് ഗോൾഡൻ പിഞ്ചസ് എന്ന് പറയുന്ന സാധനമാണ്. പിഞ്ചസിന്റെ വെറൈറ്റി ആണ്. പിഞ്ചസാണ്. ഒരല്പം സൈസും കൂടെ ഉണ്ട്. കളർ കുറെ നല്ല കളർ. മെയിലിന് നല്ല കളറായിരിക്കും. ഫീമെയിൽ ഇല്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ. തീർന്നതാണ്. 2 ദിവസത്തിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാനുണ്ട്. നമുക്കിപ്പോൾ ഏത് ബേഡ് പറഞ്ഞാലും ചേട്ടാ ഡെലിവറി ചെയ്യാൻ കിടക്കാം. സൺ കൊണിയൂർ എന്ന് പറയുന്ന സാധനമാണ്. സൺ കൊണിയൂർ നമ്മൾ ഇതിന്റെ ചെറുതോടെ ഇതിന്റെ ചെറുത് കണ്ടായിരുന്നു. അതിലും ചെറുത് വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ. ഇതിപ്പോ 2.5 വയസ്സോളം പ്രായമായതാണ്. ബ്രീഡിംഗ് സ്റ്റേജ് ആയതാണ്. കളർ ഇതേപോലെ ആയി വരുന്നതാണ്. നമ്മുടെ ഈ ഇവിടെയൊക്കെ നമുക്ക് ബ്രീഡ് ചെയ്ത് കുഞ്ഞിറക്കാൻ പറ്റുമോ? ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ബ്രീഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇത് ആഫ്രിക്കൻ ലവ് ബേർഡിന്റെ കുറച്ച് വെറൈറ്റികളാണ്. ഇത് ഡയമണ്ട് ഡോ എന്ന് പറയും. ഡയമണ്ട് ഡോ ഇത് നമ്മളൊരു പ്രാവിന്റെ ടൈപ്പാണ് അല്ലേ? പ്രാവിന്റെ ടൈപ്പാണ്. ഇവർ 2 മുട്ടയിടത്തുള്ളൂ. കണ്ടിന്യൂസ് മുട്ട വിരിയിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. ഇവരൊക്കെ പേര് എത്രയാണ് കേട്ടോ? പേര് 1500 വെക്കുന്നുണ്ട്. 1500. ഇത് സണ്ണിന്റെ ഒരു 1 year സ്റ്റേജ് ഉള്ളതാണ്. അതിന്റെ കുറുക്കിൽ ആ കളറായി വരുന്നതേ ഉള്ളൂ. അതേപോലെ എല്ലോ കയറി വരുന്നതാണ്. ഇത് വന്ന് ജെൻഡ കൊണിയൂർ എന്ന് പറയും. ജെൻഡ കൊണിയൂർ. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ്? ജാൻഡിയ പറയാറുണ്ട്. ജാൻഡിയ കൊണിയൂർ. ഇതൊക്കെ റേറ്റ് എങ്ങനെ വരും നമുക്ക്? ജാൻഡിയ വന്നിട്ട് 24 രൂപ വില വരുന്നുണ്ട്. ഇത് കൺഫേം പെയറാണ്? കൺഫേം പെയറാണ്. മെയിൽ ഫീമെയിലാണ്. DNA എടുത്ത് കഴിഞ്ഞാലേ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. എല്ലാം DNA ഉള്ളതാണ്. ഇത് ബ്ലൂ ഗ്രീൻ ചിക്കൻ എന്ന് പറയും. ബ്ലൂ സിനമോൺ കൊണിയൂർ എന്ന് പറയുന്ന സാധനം. കൊണിയൂരിൽ തന്നെ ബ്ലൂ സിനമോൺ എന്ന് പറയും. ചെറിയൊരു കളറിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ഇത് കോക്ടെയിൽ. ഇത് അൽബിനോ ആണല്ലോ. ഇത് അൽബിനോ. ഇത് അൽബിനോ എങ്ങനെ റേറ്റ് എങ്ങനെയാണ്? അൽബിനോ ഞങ്ങളിപ്പോൾ 7 രൂപയ്ക്ക് വെക്കുന്നത്. 7 ഇതുണ്ട്. ഇത് യെല്ലോ. ഇത് റംബ് എന്ന് പറയുന്ന സാധനമാണ്. റംബ് അല്ലല്ല, അത് പാരക്കിറ്റ് റേറ്റ് ആണ്. ഒരു 20 രൂപയോളം വില വരുന്നുണ്ട്. പേരാണ്. സൈസിന് ചെറിയൊരു വ്യത്യാസം. അതെ. ഇത് റേറ്റ് എങ്ങനെ വരും? 20,000 ഒക്കെ വരുന്നുണ്ട്. പാരലറ്റ് എന്ന് പറയുന്ന സാധനമാണ്. ഇവന് നല്ലപോലെ ഇണങ്ങുന്നവനാണ്. ഓക്കെ. നമുക്ക് ടൈം ചെയ്തെടുക്കാൻ പറ്റുന്നതാണോ? ടൈം ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ റിസ്ക് ആണ്. അതെ. സിറോസ് എന്ന് പറയുന്ന സാധനമാണ്. സിറോസ് ഇപ്പോൾ 2000-2200 റേഞ്ച് വരുന്നുണ്ട്. ഇത് പാൻറ്റേല്. ഇതിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? ക്വാളിറ്റി അതിന്റെ മാർക്കിങ് ആണ്. മാർക്കിങ്, സൈസ്, ബൂട്ട് അതെല്ലാം നോക്കുകയാണ്. ഇത് നമ്മുടെ ഇതല്ലേ ചിപ്പി എന്ന് പറയാറുണ്ട്. കന്യാസ്ത്രീ പൗഡർ നമുക്കിപ്പോൾ എത്ര ഉണ്ട് കേട്ടോ റേറ്റ്?
പൗഡർ ഇതിപ്പോൾ 6 രൂപയാണ് വില. കളർ അനുസരിച്ച് ഇതിന്റെ ചേഞ്ച് വരും അല്ലേ? അതെ അതെ, ഒരുപാട് വെറൈറ്റി ഉണ്ട്. പൗഡറിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഓക്കെ, നമുക്ക് സാധാ പറവയുണ്ട്. ഓസ്ട്രേലിയൻ ബിസ്ക്കറ്റ്, ഓസ്ട്രേലിയൻ ബിസ്ക്കറ്റ്. പിന്നെ നോർമലി ഇതെല്ലാം പറത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ കണ്ണും മറ്റുള്ള കാര്യങ്ങളും നോക്കിയൊക്കെയാണ് എല്ലാം പറവ സെലക്ട് ചെയ്യുന്നത്. അതിന്റെ ഇതെല്ലാം പറവ നമ്മുടെ പറവ സിനിമ ഇറങ്ങിയ ശേഷം ഒന്ന് ക്ലിക്ക് ആയതാണ്. ടർക്കി ഉണ്ട്, നമ്മുടെ കാടക്കോഴി, നമ്മുടെ ഫാൻസി വെറൈറ്റിയിൽ വരുന്നതാണ്. ഫീനിക്സ് എന്ന് പറയുന്ന സാധനമാണ്. ഫീനിക്സ് വാല ഏകദേശം 3 മീറ്ററോളം നീളം വെക്കുന്ന സാധനമാണ്. 3 മീറ്ററോളം നീളം വരും. ഇതിപ്പോ ചെറുതാണ്, കുഞ്ഞാണ്, ഒന്നും ആയിട്ടില്ല. നല്ല അപ്പോൾ നമ്മൾ വലിയൊരു കൂടിനകത്ത് നല്ല ലോങ് വാല്, നല്ല ലോങ് ആയി, നല്ല ലോങ് ആയി. അത് ഗിനിപ്പിക് എന്ന് പറയുന്നത്. പിന്നെ താറാവ് കുഞ്ഞല്ല. ഇത് വിഗോവ എന്ന് പറയുന്ന താറാവിൻ്റെ വെറൈറ്റിയാണ്. വിഗോവ മീൻസ് നമ്മുടെ മുട്ടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഇറച്ചിക്ക് വേണ്ടി കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് വലുതാവുന്ന, പെട്ടെന്ന് ഇറച്ചി വയ്ക്കുന്ന സാധനമാണ്. നല്ല രീതിയിൽ വലുതാവുന്നുണ്ട്. ഇത് സിൽവർ ലൈസ് എന്ന് പറയുന്ന ഒരു കോഴി, ഫാൻസി കോഴിയാണ്. ഇത് ഇത്ര സൈസ് ഇത്രയാണ്, സൈസ് ഇത്രയേ വരില്ല. ഇത് കുറച്ചുകൂടെ ഒന്ന് ഇതാവും. അതിന്റെ അങ്കവാലിങ്ങനെ നല്ല രീതിയിൽ വലുതായി വരും. ഇപ്പൊ കുഞ്ഞു ടൈപ്പാണ്, അതുകൊണ്ട് ആ വാലായിട്ടില്ല. കാലില് നല്ല തൂലൊക്കെ വരുന്ന, കാലില് ബൂട്ട് വരാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് അതിന്റെ. അതെ, ഇത് പറക്കുന്ന ഇതാണ്. ഒരുവിധം പറക്കുന്നുണ്ട്. ചെറുതിലെ നമ്മൾ ടേംഡാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു പട്ടിയുടെ ഗുണമാണ്. ഇപ്പോൾ വീട്ടിൽ വേറെ പരിചയമില്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ഓട്ടിച്ചിട്ട് പൊത്തുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ചെറുതില് നമ്മളൊരു വചനം കൊണ്ടിട്ട് ചിലപ്പോൾ പറക്കാൻ ചാൻസ് ഉണ്ട്. ചെറുതിലെ എടുത്ത് വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതൊക്കെ നമുക്ക് റേറ്റ് എങ്ങനെ വരും? ഇതൊരു വലിയ പേരിന് 4500 രൂപ വില വരുന്നത്. ലാഭം ഇത് വൈറ്റ് അല്ലേ? വൈറ്റ് ഇപ്പോൾ നല്ല റേറ്റ് ഉള്ളതല്ലേ? ഇപ്പോൾ 14 രൂപയോളം വിലയുണ്ട്. ഇത് വളരെ വില കുറവായിരുന്നു. 7 രൂപ, 5 രൂപയൊക്കെ ഉള്ളതായിരുന്നു കൊറോണ ടൈം വന്നതിന് ശേഷം. അതെ, നമുക്കത് ഹാംസ്റ്ററിൻ്റെ അത് മൈസ് എന്ന് പറയുന്ന ഒരു എലി വർഗത്തിൽ വരുന്ന ഒരു സാധനമാണ്. അവരുടെ സൈസ് ഇത്രേ വരുള്ളൂ. മൈസാണ്. നമ്മുടെ മറ്റേ എലി പോലെ തന്നെ കളർ പല കളർ വരുന്നുണ്ട്. ഇതിൽ ഡബിൾ സൈഡ് വരുന്നുണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക്, ഗ്രേ. ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാ ചേട്ടാ മൈസിന്റെ? ഇപ്പോൾ പെയർ 500 രൂപയാണ്. പെയർ 500. ചേട്ടാ ഇതിപ്പോ നമ്മുടെ ഹാൻഡ് ഫീഡ് ചെയ്യണ ടൈപ്പ് അല്ലേ? ഇത് ഇതിന്റെ പേരെന്താണ്? ഇത് ക്രിംസൺ ബില്ലിഡ് കൊണിയൂർ എന്ന് പറയും. കൊണിയൂർ വർഗത്തിൽ വരുന്നതാണ്. കൊണിയൂറിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. സൺ കൊണിയൂർ, പൈനാപ്പിൾ കൊണിയൂർ, ഗ്രീൻ ചിക്ക്, യെല്ലോ ഷെയ്ഡഡ്, ഇങ്ങനെ ഒരുപാടുണ്ട്. ഇത് ഹെഡിൽ റെഡ് വരുന്നതാണ്. ഇത് ബ്ലൂ സ്റ്റിക്ക് ലോറി എന്ന് പറയും. ലോറി വർഗത്തിൽ വരുന്നതാണ്. ലോറിയുടെ കുറച്ച് വെറൈറ്റി നമ്മുടെ ഉണ്ട്. ഇതിവിടെ ഉണ്ട്. ഈ സൈസിൽ നമുക്ക് ഇവിടെ സെല്ലിംഗ് ഉണ്ടോ? ഈ സൈസിന് ആവശ്യക്കാർക്ക് ഈ സൈസിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് വീട്ടിൽ അത് ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കണം. ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മൾ അതുമായിട്ട് അടുക്കുന്നോ നല്ല ഫ്രണ്ട്ലി ആവും. കൂടുതലും ആൾക്കാർ ഫ്രണ്ട്ലി ആക്കാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. അതെ, അത്രയും ടൈംഡായി വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ സൈസ് ഒക്കെ നമുക്ക് എത്ര ലോറി? ഇതൊരു 40 രൂപ റേഞ്ചൊക്കെ വരുന്നുണ്ട് ഒരു പീസിന്. അതെ, ഇത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് എന്ന് പറയുന്ന സാധനമാണ്. ഗ്രേ പാരറ്റ്, ആഫ്രിക്കൻ ഗ്രേ. ഇത് നമ്മൾ സംസാരിക്കുമല്ലേ? ഇതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ 1500ഓളം വാക്കുകൾ സേവ് ചെയ്യാനുള്ള മെമ്മറി ഉണ്ട് അതിന്. ഗ്രേ പാരറ്റ് ഫുൾ ഗ്രേ ആയി, ഇതിന്റെ ടെയിൽ മാത്രം റെഡ് ആയിരിക്കും. ഇത് നമുക്ക് എത്ര? ഇതിപ്പോ ഞങ്ങളിവിടെ വിൽക്കുന്നത് 45 രൂപയാണ് ഒരു പീസിന്റെ വില വരുന്നത്. ഒരു പീസ് 45 വലിയ സൈസ് ആകുമ്പോൾ പിന്നെ സൈസ് ആവുന്നതിനനുസരിച്ച് വിലയുടെ വ്യത്യാസം വരും. കറക്റ്റ് പേരൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല വിലയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇതിന്റെ പേര് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ DNA വഴിയാണ് അറിയാൻ പറ്റുന്നത്. നമുക്ക് പേരൊക്കെ അറിയാൻ പറ്റും. ഇതിന്റെ ഒരു 3 മാസം ആകുമ്പോൾ നമുക്ക് ഇതിന്റെ ഫെദർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് DNA എടുക്കാൻ പറ്റുന്നുണ്ട്. സിൽവർ ആണ് അതിന്റെ ചെറിയ ടൈപ്പ് മുതൽ വരുന്നുണ്ട് നമ്മുടെ. ഇത് നമ്മുടെ എത്ര ഫീറ്റ് വരെ വയ്ക്കുന്നുണ്ടാ? ഒരു 4 അടിയോളം വലുപ്പം വയ്ക്കുന്നുണ്ട്. ഈ സൈസ് ഒക്കെ നമുക്ക് എത്ര റേറ്റിനായിരിക്കും എടുക്കുന്നത്? ഒരു 3 രൂപ റേഞ്ചിലൊക്കെ കൊടുക്കുന്നതാണ്. അതിന്റെ ചെറുത് കിടപ്പുണ്ട്. ഇത് 2000 ആ റേഞ്ചാണ്. നല്ല ആക്റ്റീവ് ആണല്ലേ? ആക്റ്റീവാണ്. സിൽവറാണ്. അരോണ. ഇതിൽ അരോണ തന്നെ നമുക്ക് വേറെ എന്തോ ഒരുപാട് വെറൈറ്റി അരോണയിൽ തന്നെ. അത് അരാപ്പായ്മ ഇതേപോലെ നല്ല സൈസ് വയ്ക്കുന്നതാണ്. നല്ല സൈസ്.
ഏകദേശം 360 കിലോ അങ്ങനെ 360 കിലോ. അങ്ങനെ എന്തൊക്കെ ആ റേഞ്ച് വരുന്നതാണ്. ഇതെല്ലാം ലൈഫ് ഫുഡ് അല്ലേ കേട്ടോ? ഇതൊരു ലൈഫ് ഫുഡാണ്. ലൈഫ് ഫുഡ് ആണെങ്കിൽ അതിനനുസരിച്ച് വലുതാവുകയും ചെയ്യും. ചെറുതിൽ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ കൈയൊക്കെ കടിച്ചെടുക്കുക മറ്റുള്ള അത്രയ്ക്ക് ഇതാണ്. അഗ്രസീവാണ്. അറിയാമല്ലേ ചേട്ടാ? നമുക്ക് ഇവിടെ ഉള്ള ബാഗ്സിന് നമുക്ക് മെയിൻ എല്ലാത്തിനും പറ്റിയ ആക്സറീസ് എല്ലാം ഉണ്ടല്ലോ? എല്ലാം ഉണ്ടാവും. ബാഗ്സിൻ്റെ ഫുഡ് ഐറ്റംസ്, അതിൻ്റെ ടോയ്സ് എല്ലാം, ഗേജുകൾ, ഈ പോട്ട്സ് എല്ലാം ഉണ്ടല്ലേ? ഇപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്തതാണ്. നമുക്ക് ഇൻഡോർ പ്ലാന്റുകൾ സെറ്റ് ചെയ്യാനും ചെറിയ ബോൺസായി പോലുള്ള സെറ്റ് ചെയ്യാൻ പറ്റുന്ന അപ്പോഴേ നമുക്ക് ഷോപ്പിന്റെ ടൈം എങ്ങനെയാണ് ചേട്ടാ? ഞങ്ങളിവിടെ 9:30 മുതൽ രാത്രി 9 മണി വരെ ഉണ്ട്. രാത്രി 9 വരെ. സൺഡേ 1 മണി വരെ ഉണ്ടാവും. 1 മണി വരെ. അപ്പോൾ ഈ സമയത്തിനിടയ്ക്ക് ആർക്ക് വന്നാലും എടുക്കാൻ പറ്റും. പിന്നെ ഈ ബാറ്റ്സിന് വേണ്ടുന്ന ബ്രീഡിംഗ് കേജുകൾ, ഇതൊക്കെ ബ്രീഡിംഗ് കേജസ് എല്ലാം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് സാധനമുണ്ട്. A-to-Z കാര്യങ്ങളുണ്ട്. എടുക്കാം. നമുക്ക് സപ്പോസ് ഇല്ലെങ്കിലും ചേട്ടൻ ഓർഡർ അനുസരിച്ച് എടുത്ത് കൊടുക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ സഹായിച്ചതിന് താങ്ക്സ് ചേട്ടാ. ഓക്കെ.